ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 45. നമ്മൾ 2033 എന്ന മഹാജൂബിലി വർഷത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 അതിനെ എതിരേൽക്കാൻ വേണ്ടി തുടങ്ങിയ നവവത്സര 9 വത്സരം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിലെ ലിറ്റർജി 45ാമത്തെ ക്ലാസ്. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1070 കത്തോലിക്ക സഭയുടെ മതബോധനം 1070 അത് ഞാനൊന്ന് വായിക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ പരിഭാഷ, എൻ്റേതായ പരിഭാഷ നൽകിയിട്ട് അതിന് ചെറിയ വ്യാഖ്യാനം നൽകാം. The liturgy then is rightly seen as an exercise of the priestly office of Jesus Christ. It involves the presentation of man's sanctification under the guise of signs perceptible by the senses and its accomplishment in ways appropriate to each of these signs. In it, full public worship is performed by the mystical body of Jesus Christ, that is, by the head and his members. From this it follows that every liturgical celebration, because it is an action of Christ, the priest, and of his body, which is the church, is a sacred action surpassing all others. No other action of the church can equal its efficacy by the same title and to the same degree. അതിൻ്റെ ഒരു പരിഭാഷ നൽകട്ടെ. ലിറ്റർജി യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യധർമ്മത്തിന്റെ നിർവഹണമാണ്. ആരാധനക്രമത്തിൽ ഇന്ദ്രിയഗ്രാഹ്യമായ അടയാളങ്ങളുടെ രൂപത്തിൽ മനുഷ്യരുടെ വിശുദ്ധീകരണം അവതരിപ്പിക്കപ്പെടുകയും ഓരോ അടയാളത്തിനും ചേർന്ന രീതിയിൽ നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ സഭാത്മക ശരീരം ഒന്നാകെ ചേർന്ന് പൊതു ആരാധന നടത്തുന്നു. പരസ്യമായ ആരാധന. സഭാത്മക ശരീരം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിരസും തിരുസഭ അവന്റെ അവയവങ്ങളുമാണ്. ലിറ്റർജിയുടെ ഓരോ ആഘോഷവും പുരോഹിതനായ ക്രിസ്തുവിന്റെയും സഭയാകുന്ന അവന്റെ ശരീരത്തിന്റെയും പ്രവൃത്തിയായതിനാൽ അത് മറ്റുള്ള എല്ലാറ്റിനേക്കാളും വിശുദ്ധമായ പ്രവൃത്തിയാണ്. സഭയുടെ മറ്റൊരു പ്രവൃത്തിക്കും അതേ പദവിക്കും അതേ അളവിനും തുല്യമായ ഫലദായകത്വം ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ഇത് 2ാമത്തെ സോനോദോസിൽ സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന് പറയുന്ന ലിറ്റർജിയെക്കുറിച്ചുള്ള ആ ഡോക്യുമെന്റിൽ 7ാമത്തെ വകുപ്പിൽ 2-3 ഖണ്ഡങ്ങളാണ്. അത് അങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുകയാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ. ഈ സാക്രോസാങ്ക്തും കൊഞ്ചീലിയമിലെ 7ാമത്തെ ഖണ്ഡത്തിൽ ഇതിന്റെ കുറച്ചുകൂടി നല്ലൊരു വിശദീകരണം കിടപ്പുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. കുർബാന എന്ന ബലിയിൽ ക്രിസ്തു സന്നിഹിതനാണ്. അവന്റെ ശുശ്രൂഷകനായ പുരോഹിതനിലും അർപ്പിക്കപ്പെടുന്ന അപ്പത്തിലും വീഞ്ഞിലും ക്രിസ്തു സന്നിഹിതനാണ്. അവന്റെ ശുശ്രൂഷ പുരോഹിതനിൽ സന്നിഹിതനാണ്, അർപ്പിക്കപ്പെടുന്ന അപ്പത്തിലും വീഞ്ഞിലും സന്നിഹിതനാണ്. ഒരിക്കൽ തന്നെ കുരിശിലർപ്പിച്ച ക്രിസ്തു ഇപ്പോൾ തന്റെ ശുശ്രൂഷകനായ പുരോഹിതനിലൂടെ അർപ്പിക്കുകയാണ്. കുരിശിലെ ബലിയുടെ ആവർത്തനമല്ല ഇത്. കുരിശിലെ ബലി ആവർത്തിക്കാൻ കഴിയില്ല, ആവർത്തിക്കേണ്ട കാര്യവുമില്ല. അത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ കുരിശിലെ ബലിയുടെ ആവർത്തനമല്ല അൾത്താരയിൽ നടക്കുന്നത്. അങ്ങനെയാണെന്നാണ് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും അതുപോലെ കത്തോലിക്ക സഭയിൽ നിന്ന് പോയിട്ടുള്ളവരൊക്കെ ആരോപിക്കുന്നത്. ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട കുരിശിലെ ബലി ആവർത്തിക്കുകയാണ് കത്തോലിക്കര്. ഒരിക്കലുമല്ല. കത്തോലിക്കർ ഒരിക്കലും അത് ആവർത്തിക്കില്ല, ആവർത്തിക്കേണ്ട കാര്യമില്ല, ആവർത്തിക്കാൻ കഴിയില്ല. അത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടതാണ്. ഒരിക്കലാണ് കാൽവരിയിൽ നടന്നത്, എന്നേക്കുമായിട്ടാണ് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് ഈ കുരിശിലെ ബലി നടക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടി വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. സിംഹാസനത്തിനും 4 ജീവികൾക്കുമിടയിൽ അറക്കപ്പെട്ടതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. അറക്കപ്പെട്ടവനാണ്, പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു. കൊല്ലപ്പെട്ടവനാണ്, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എവിടെ? സിംഹാസനത്തിനും പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്ന 4 ജീവികൾക്കുമിടയിൽ പിതാവായ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന് മുമ്പിൽ മധ്യസ്ഥനായി അറക്കപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. ഇത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ്. അതായത് കാൽവരിയിൽ ഒരിക്കൽ സംഭവിച്ചപ്പോൾ എന്നേക്കുമായി സ്വർഗത്തിൽ സംഭവിച്ചത് ഇതാണ്. ആ അറക്കപ്പെട്ട കുഞ്ഞാട് അവന്റെ പഞ്ചക്ഷതങ്ങള് പിതാവായ ദൈവത്തെ കാണിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, മധ്യസ്ഥം വഹിക്കുന്നത്. അവന്റെ ബലിയുടെ ചിഹ്നം നിലനിർത്തിയിരിക്കുകയാണ്. ഒരിക്കലാണ് അവൻ മരിച്ചത്, പക്ഷെ ചിഹ്നം എന്നേക്കുമായിട്ടാണ്. പഞ്ചക്ഷതങ്ങള് അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കാണണം, കാലിൽ ആണിപ്പഴുതുകൾ കാണണം, വിലാവിൽ കൈവയ്ക്കണം. കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ്.
അപ്പോൾ അവൻ ഒരിക്കലാണ് മരിച്ചത്, പക്ഷെ എന്നേക്കുമായിട്ടാണ് മരണത്തിന്റെ അടയാളങ്ങൾ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? ഇതാണ് ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറയണേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്തക്കാർക്ക്, യഹോവ സാക്ഷികൾക്ക്, അകത്തോലിക്കർക്ക് ഒന്നും ഇത് മനസ്സിലാകുന്നില്ല. കാരണം അവർക്ക് വചനത്തിന് അർത്ഥം ആഴത്തിലേക്ക് അവർ പോയിട്ടില്ല. അവർ വചനത്തിന്റെ ഈ തൊലിപ്പുറത്ത് ഇങ്ങനെ കിടക്കുക. വചനത്തിന് ആഴത്തിലേക്ക് പോകണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല അടുക്കുകളുണ്ട്. ഈ അടുക്കുകളിലെല്ലാം അങ്ങനെ താഴോട്ട് പോയാലേ ശരിക്കും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുള്ളൂ. ഇപ്പം വചനം ആ വചനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം വചനത്തിന്റെ അതിന് താഴെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമുണ്ട്. ചരിത്രത്തിൽ സംഭവിച്ച എല്ലാ കാര്യവും എഴുതി വെച്ചിട്ടില്ല. ചരിത്രത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ വചനത്തെ താഴെ ചരിത്രത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ, പറയപ്പെട്ടതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതപ്പെട്ടു. അതാണ് ഇപ്പോൾ ഈ കാണുന്ന വചനം എഴുതപ്പെട്ടു. അതിന്റെ പുറകിൽ അതിന് അല്ലേ ഒരു വസ്തുതയുണ്ട്, ഫാക്ട്. അതിന് താഴെ ഈ വസ്തുതയിൽ വെളിപ്പെടുന്ന സത്യമുണ്ട്. സത്യത്തിന് താഴെ ഈ സത്യം എന്ന് പറയുന്നത് രഹസ്യത്തിന്റെ പ്രകാശനമാണ്. രഹസ്യമുണ്ട്. ആ രഹസ്യത്തിന് താഴെ ദൈവം എന്ന യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ നോക്കുക, നമ്മൾ കാണുന്ന വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനം, അത് പറയപ്പെട്ട വചനത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ എഴുതപ്പെട്ടതാണ്. പറയപ്പെട്ടത് എന്തിനെ കുറിച്ചാണ്? ചരിത്രത്തിൽ സംഭവിച്ചതിനെ കുറിച്ചാണ്. ചരിത്രത്തിന് താഴെ വസ്തുതയുണ്ട്, വസ്തുതയ്ക്ക് താഴെ സത്യമുണ്ട്, സത്യത്തിന് താഴെ രഹസ്യമുണ്ട്, രഹസ്യത്തിന് താഴെ ദൈവമുണ്ട്. ഈ ദൈവമായുള്ള കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ നമ്മളിങ്ങനെ ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ഇത് മിക്കവരും ചെയ്യില്ല. മിക്കവരും ആ വചനത്തിൽ കടന്നു ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് അതിൽ എഴുതപ്പെട്ടിരിക്കുക? ആ വചനത്തിനൊരു ഉടമസ്ഥനില്ലേ? അത് ദൈവമല്ലേ? ആ ഉടമസ്ഥനെ കണ്ടെത്തിയാലല്ലേ, ഉടമസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തിയാലല്ലേ അവൻ എന്താണ് പറഞ്ഞതെന്ന് കൃത്യം മനസ്സിലാകൂ. ഈ ആ വചനം പറഞ്ഞ ആള് കുറെ താഴെ ഇരിപ്പുണ്ട്. അവനുമായിട്ട് കൂടിക്കാഴ്ച നടത്തണം. ആ കൂടിക്കാഴ്ച നടത്താൻ ഞാൻ ഈ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലേക്ക്, പല അടുക്കുകളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ കാൽവരിയിൽ നടന്നു, പക്ഷെ എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ നടന്നു. വെളിപാട് പുസ്തകം 4-5 അധ്യായങ്ങൾ. ഈ കർത്താവ് ഈ ബലി അർപ്പിച്ച, അതായത് തന്നെ കുരിശിലർപ്പിച്ച കർത്താവ് ആ കുരിശുമരണത്തിന് മുമ്പ് ആ കുരിശുമരണം മുൻകൂറായി അനുഭവിച്ചുകൊണ്ട് അന്ത്യത്താഴത്തിൽ പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഇത് വെച്ചാൽ അവന്റെ മരണം, അതുകൊണ്ട് അന്ത്യത്താഴമല്ല അവന്റെ മരണം. അതുകൊണ്ടാണ് പൗലോസ് ലേഖ 1 കൊരിന്തോസ് 11 പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ അപ്പം മുറിക്കുമ്പോഴും ഈ പാനപാത്രം ആശീർവദിക്കുമ്പോഴും അവന്റെ മരണമാണ് അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുന്നത്. അന്ത്യത്താഴമാണെന്നല്ല പറഞ്ഞേ, അവന്റെ മരണം വെച്ചാൽ മരണവും ഉത്ഥാനവും. ഉത്ഥാനമില്ലെങ്കിൽ കുർബാനയില്ല. ഉത്ഥാനത്തിലൂടെ പുതിയ ജനസിലുള്ള ജീവനിലേക്ക് കർത്താവ് കടന്നുപോയി. ആ ജീവനാണ് അവൻ ഈ കുർബാനയിലൂടെ നൽകുന്നത്. സൊയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്കില്. അതായത് മരണത്തിനും അഴുകലിനും വിധേയമല്ലാത്ത ജീവൻ. ആ ജീവനാണ് ഈ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും നൽകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നവൻ പറഞ്ഞു. അതൊരു കൽപ്പനയാണ്, അതൊരു വചനമാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് അവൻ കൽപ്പിച്ചപ്പോൾ അതിലൂടെ അവന് മറ്റൊരു വാക്കുകൂടി നൽകുകയാണ്. എന്താണ്? നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ ഞാൻ അവിടെ സന്നിഹിതനാകും. അതായത് പുരോഹിതനിലും ഈ ബലിവസ്തുക്കളിലും ഞാൻ സന്നിഹിതനാകും. ഇതവന്റെ വാക്കാണ്. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അവനാണ് കൽപ്പിച്ചത് കർത്താവ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ, അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ, അവന്റെ മരണത്തിന്റെ പ്രഖ്യാപനമായി ചെയ്യുമ്പോൾ അവൻ തന്നെ സന്നിഹിതനാകാമെന്ന് അവൻ വാക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുരോഹിതനിൽ ക്രിസ്തു സന്നിഹിതനാകുന്നത്. ബലിവസ്തുവായി അപ്പത്തിലും വീഞ്ഞിലും അവൻ സന്നിഹിതനാകുന്നത്. മറ്റു കൂദാശകൾക്ക് അതിന്റെ അടയാളങ്ങളിൽ അവൻ സന്നിഹിതനാകുന്നത്. ചുരുക്കത്തില് ഈ ക്രിസ്തു എന്ന ഒറ്റ പുരോഹിതനേ ഉള്ളൂ. അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ക്രിസ്തുവിന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ക്രിസ്തു എന്ന ഒറ്റ പുരോഹിതനേ ഉള്ളൂ. പിന്നെ നമ്മൾ പുരോഹിതന്മാർ, വൈദികർ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. വൈദികർ എന്ന് പറഞ്ഞാൽ വേദത്തിൽ അവഗാഹമുള്ളവർ. മിക്ക വൈദികരും അങ്ങനെയല്ല. മിക്ക വൈദികർക്കും വേദത്തിൽ ഈ സത്യവേദം എന്ന് പറഞ്ഞ ബൈബിളിൽ അവഗാഹം ഇല്ല. അതുകൊണ്ട് വൈദികർ എന്ന് വിളിക്കാൻ കഴിയില്ല. പുരോഹിതന്മാർ എന്ന് വിളിക്കുന്നത് ശുശ്രൂഷകരാണ്. ക്രിസ്തു എന്ന ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മൾ പുരോഹിതന്മാർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ ശുശ്രൂഷകരാണ്. അതിനാൽ ഈ കുർബാന അർപ്പിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. തന്റെ ശുശ്രൂഷകനിലൂടെ ക്രിസ്തു സന്നിഹിതനായി അവൻ അർപ്പിക്കുകയാണ്. അപ്പോൾ ആ സാന്നിധ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയും അല്ലേ? സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. എന്തിനാ ഈ ആത്മാവോടും കൂടെ എന്ന് പറയണേ? അത് എന്ത് ആത്മാവാണത്? അങ്ങ് കൂടാണ്ട് വേറൊരു ആത്മാവുണ്ടോ? അല്ല. ആ ആത്മാവെന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ അരൂപിയാണ്.
ദ സ്പിരിറ്റ് ഓഫ് യുവർ പ്രീസ്റ്റ്ഹുഡ്, അങ്ങയോടും അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ ആത്മാവോടും കൂടെ എന്നാണ്. അവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ ആത്മാവെന്നാണ്. സമാധാനം നിങ്ങളോട് കൂടെ എന്ന് വൈദികൻ പുരോഹിതൻ പറയുമ്പോൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയുന്നത് അങ്ങ് എന്ന് പറഞ്ഞ ആള്, ആ ആളുടെ പൗരോഹിത്യം, ആ പൗരോഹിത്യത്തെ എടുത്ത് പറയുകയാണ്. കാരണം ക്രിസ്തു തന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവ് അവനിൽ ഇട്ടിരിക്കുന്നു. അങ്ങനെയാണ് അവൻ പുരോഹിതനായത്. ഒരു മനുഷ്യനിൽ ക്രിസ്തു തന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവിന് ഇട്ടിരിക്കുന്നു. അങ്ങനെയാണ് ആ ആള്, ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായി നിൽക്കുന്നത്, പുരോഹിതനായി നിൽക്കുന്നത്. ക്രിസ്തു എന്ന ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. ആ പുരോഹിതന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അവന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവിനെ അവൻ ഒരു മനുഷ്യനിലേക്ക് ഇടുന്നു. ഇതാണ് കൈവെപ്പിലൂടെ നടക്കുന്നത്, തിരുപ്പട്ട ശുശ്രൂഷ നമ്മൾ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ഈ പുരോഹിതനിൽ ക്രിസ്തു സന്നിഹിതനാക്കുന്നത് വെറും ആത്മീയ സാന്നിധ്യമല്ല, തിരുപ്പട്ടമെന്ന കൗതാശിക സാന്നിധ്യമാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവിനെ, ക്രിസ്തു എന്ന ഏക പുരോഹിതന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവിനെ ഈ പുരോഹിതന്റെ ഈ ആളിൽ നിക്ഷേപിക്കുകയാണ്. അതിനാണ് തിരുപ്പട്ടം എന്ന് പറയണേ. അപ്പോൾ നമ്മൾ ഈ പുരോഹിതന്മാർ എന്ന് വിളിക്കുന്നവരെല്ലാം ശുശ്രൂഷകരാണ്. ക്രിസ്തുവിന്റെ തിരുവുത്ഥാനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ക്രിസ്തു ഈ തിരുരഹസ്യങ്ങൾ എന്ന് പറഞ്ഞ അപ്പത്തിലും വീഞ്ഞിലും ബലിവസ്തുക്കളിൽ സന്നിഹിതനാവുകയാണ്. അത് വെറും ആത്മീയ സാന്നിധ്യമല്ല. ദൈവം എല്ലായിടത്തും ഇല്ലേ എന്ന് ആൾക്കാർ ചോദിക്കും. ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ഉള്ളതുപോലെയാണോ കത്തോലിക്കനിൽ ദൈവത്തിന്റെ സാന്നിധ്യം? അല്ലല്ലോ. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ ആത്മാവിനെ മാത്രമാണ് സ്വീകരിക്കുന്നത്, അല്ല, കർത്താവിന് ശരീരരത്നങ്ങളല്ലേ ശരിക്കും. അപ്പോൾ അത് വെറും ഒരു ആത്മീയ സാന്നിധ്യം അല്ലല്ലോ. ദൈവം എല്ലായിടത്തുണ്ട്, ഉണ്ട്, ശരി തന്നെ. പക്ഷെ പള്ളിയകത്തുള്ളത് വെറും ആത്മീയ സാന്നിധ്യമാണോ? അല്ല, അവിടെ കൗതാശിക സാന്നിധ്യമാണ്. അപ്പോൾ ദൈവം എല്ലായിടത്തും ഉള്ളത് പോലെയല്ല പള്ളിയകത്തുള്ളത്. ദൈവം എല്ലാ മനുഷ്യരിലും ഉള്ളത് പോലെയല്ല കത്തോലിക്കരിലുള്ളത്. ആത്മീയ സാന്നിധ്യമാണ് ദൈവം എല്ലായിടത്തും ഉണ്ട്, ശരി തന്നെ, അവൻ ആത്മാവായതുകൊണ്ട്. പക്ഷെ കൗതാശികമായിട്ടാണ് കത്തോലിക്കരിൽ കർത്താവ് സന്നിഹിതനായിരിക്കുന്നത്. പള്ളിയിൽ സന്നിഹിതമായിരിക്കും കൗതാശികമായിട്ടാണ്. അപ്പൊ സാന്നിധ്യത്തിന് പല 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 അടുക്കുകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊന്നും അറിയാതെയാണ് ഈ ആൾക്കാർ ഇങ്ങനെ വെറുതെ എന്താ പറയുക, ഈ വായ തോന്നി കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തില് ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ആത്മീയ സാന്നിധ്യമുണ്ട്, കൗതാശിക സാന്നിധ്യമുണ്ട്, ശാരീരിക സാന്നിധ്യമുണ്ട്, അങ്ങനെ പലതുണ്ട്. ഇവിടെ ഈ ബലിവസ്തു എന്ന് പറയുന്ന അപ്പത്തിലും വീഞ്ഞിലും കൗതാശിക സാന്നിധ്യമായിട്ടാണ് കർത്താവ് വരുന്നത്. അത് വെറും ആത്മീയ സാന്നിധ്യമല്ല. ഈ അടയാളം തന്നെ യാഥാർത്ഥ്യമായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നു. ഒരു ഉദാഹരണം പറയാം. കൂതാശികൾക്ക് തുല്യമായ ഒരു ഉദാഹരണം മറ്റൊന്നും ഇല്ല, എങ്കിലും അതിനോട് അടുത്ത് വരുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കും. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ തെറ്റായി തൊട്ടു അല്ലെങ്കിൽ ശരിയായി തൊടുന്നു. തെറ്റായി തൊട്ടാൽ അതെന്താണ് തെറ്റായ സ്പർശനം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സെക്ഷുവലായിട്ട് തെറ്റായിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ. സ്പർശനം വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് തോന്നും. പക്ഷെ തെറ്റായ ബാഡ് ടച്ച് ഉണ്ട്, ഗുഡ് ടച്ച് ഉണ്ട്. ബാഡ് ടച്ച് എങ്ങനെ മനസ്സിലാകുന്നത്? ഇന്റൻഷൻ, അവന്റെ നിയോഗം ശരിയല്ല. ആ നിയോഗം ഈ സ്പർശനത്തിലേക്ക് വരികയാണ്, അല്ലേ? ആ നിയോഗം സ്പർശനത്തിലേക്ക് വരുന്നു. തെറ്റായ നിയോഗം, ശരിയായ നിയോഗമുണ്ട്. അപ്പൊ സ്പർശനം തെറ്റും ശരിയും നിശ്ചയിക്കുന്നത് മനസ്സിലെ നിയോഗമാണ്, ഉദ്ദേശശുദ്ധി. ആ നിയോഗം ഈ സ്പർശനത്തിലേക്ക് വരുന്നു. കുട്ടി അത് തിരിച്ചറിയുന്നു, നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ തെറ്റായി സ്പർശിച്ചാൽ ഉടനെ നമുക്ക് മനസ്സിലാകും, ശരിയായി സ്പർശിച്ചാലും മനസ്സിലാകും. അപ്പോൾ ഈ സ്പർശനം എന്ന് പറഞ്ഞ അടയാളം, ആ ശാരീരിക അടയാളത്തിലേക്ക് മനസ്സിലെ ചിന്ത വരികയാണ്. നോക്കുക, കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ തന്നെ ഇപ്പം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. ആലിംഗനം ചെയ്ത് ഒരു ഉമ്മ കൊടുക്കുന്നു. ആ ഉമ്മ ചുംബനം അത് ഒരു അടയാളമാണ്. പക്ഷെ ശരിക്കും സ്നേഹിച്ചുകൊണ്ടാണെങ്കിൽ അവരുടെ സ്നേഹം തന്നെ കൈമാറ്റം ചെയ്യപ്പെടും. സ്നേഹം കാണാൻ പറ്റുമോ? ഇല്ല. ചുംബനം കാണാം, അടയാളമാണ്. സ്നേഹം അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും. ഈ ചിന്ത കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ സ്നേഹം കൈമാറ്റം ചെയ്യപ്പെടും. ഇതൊരു ഉദാഹരണമാണ്. ഈ അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. അതാണ് കൂദാശ. ഞാൻ പറഞ്ഞ അതിനെയാണ് സജീവമായ അടയാളം എന്ന് പറയണേ. അടയാളത്തിന് ജീവൻ വെക്കുന്നു. ഞാൻ അതിനോട് കുറച്ചുകൂടി പറയുന്നതല്ല വാക്ക്, വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂദാശ. വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂദാശ. ഈ മൂന്നാമതായിട്ട് ക്രിസ്തു പുരോഹിതനിൽ സന്നിഹിതനാണ്, ബലിവസ്തുവിൽ സന്നിഹിതനാണ്, അവന്റെ വചനത്തിൽ സന്നിഹിതനാണ്. ക്രിസ്തുവന്റെ വചനത്തിൽ സന്നിഹിതനാണ്. പള്ളിയിൽ തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മൾ സംസാരിക്കണേ. അത് വെറും എഴുതപ്പെട്ടത് വായിക്കല്ല,
ക്രിസ്തു നമ്മളുടെ അവന്റെ സുവിശേഷം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അവന്റെ വചനത്തിൽ അവൻ സന്നിഹിതനാണ്. ഈ കൂദാശകളും വചനവും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സഭയിലാണ് പുരോഹിതന്മാരുമുള്ളത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ക്രിസ്തു അവന്റെ പുരോഹിതനിൽ സന്നിഹിതനാണ്, ക്രിസ്തു ബലിവസ്തുക്കൾ സന്നിഹിതനാണ്, ക്രിസ്തു വചനത്തിൽ സന്നിഹിതനാണ്. ഈ വചനവും കൂദാശയും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കത്തോലിക്ക സഭയിലാണ്. ആ കത്തോലിക്ക സഭയിലാണ് പുരോഹിതന്മാരുള്ളത്. ഇതിനെ ഈ മൗതിക ശരീരം അല്ലെങ്കിൽ സഭാത്മക ശരീരം മൊത്തത്തിലാണ് ബലിയർപ്പിക്കുന്നതാണ് ഇന്നത്തെ ഈ 1070 എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നത്. സഭാത്മക ശരീരം മൊത്തം, അത് ശിരസും അംഗങ്ങളും ഒരുമിച്ചാണ് ബലിയർപ്പിക്കുന്നത്. സഭാത്മക ശരീരം, മൗതിക ശരീരം എന്നും പറയും, മിസ്റ്റിക്കൽ ബോഡി. ഞാൻ സഭാത്മക ശരീരം എന്നാണ് കുറച്ചുകൂടി ഉപയോഗിക്കാൻ. മൗതിക ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിന് അർത്ഥം ചിലപ്പോൾ മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഞാൻ സഭാത്മക ശരീരം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സഭാത്മക ശരീരം എന്ന് പറഞ്ഞാൽ അവൻ തല, നമ്മൾ അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ. ഓരോ അവയവത്തിനും ഓരോ റോളാണുള്ളത്. ഇപ്പോൾ കൈക്കുള്ള റോളല്ല മൂക്കിനുള്ളത്, മൂക്കിനുള്ള റോളല്ല വായിക്കുള്ളത്, ഇതിനുള്ള റോളൊന്നുമല്ല കണ്ണിനും ചെവിക്കുമുള്ളത്. അപ്പോൾ ക്രിസ്തു എന്ന തല, ശിരസ്, ആ തല, അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ, ഇത് ഒറ്റ ശരീരമായിട്ടാണ്. സഭാത്മക ശരീരം എന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കൽ ബോഡി എന്ന് പറയുന്ന സഭ മൊത്തത്തിലാണ് ഈ ബലിയിൽ പങ്കെടുക്കുന്നത്. ശിരസും അവയവങ്ങളും ചേരുകയാണ്. അതിനാൽ തന്നെ ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ പവിത്രമായ, ഇതിനേക്കാൾ വിശുദ്ധമായ ഒരു കർമ്മം കത്തോലിക്ക സഭയിൽ ഇല്ല, ലോകത്തില്ല. ക്രിസ്തുവിന്റെ പ്രവൃത്തിയായതിനാൽ ഈ ലിറ്റർജിയേക്കാൾ പവിത്രമായ, വിശുദ്ധമായ ഒരു സംഗതി ലോകത്തില്ല. ക്രിസ്തുവിന്റെ പ്രവൃത്തി ആയതിനാൽ, അത് ക്രിസ്തു സഭയെ ഏൽപ്പിച്ചിട്ട് ഉള്ളതായതിനാൽ സഭ പറയുന്ന തരത്തിലേ കൂദാശകൾ അർപ്പിക്കാൻ പറ്റൂ. ക്രിസ്തുവിന്റെ പ്രവൃത്തി ആയതിനാൽ, ക്രിസ്തു ഏൽപ്പിച്ചത് സഭയിലായതിനാൽ സഭ പറയുന്ന തരത്തിലേ അത് അർപ്പിക്കാൻ പറ്റൂ. ഇതിനെയാണ് ലിസിറ്റ് എന്ന് പറയണേ. സഭ നിശ്ചയിക്കുന്ന കെട്ടിലും മട്ടിലും, സഭ നിശ്ചയിക്കുന്ന രൂപത്തിൽ വേണം കുർബാന അർപ്പിക്കാൻ, മറ്റു കൂദാശകൾ അർപ്പിക്കാൻ. ഇതിനെയാണ് ലിസിറ്റ് എന്ന് പറയണേ. കാരണം ക്രിസ്തു കൂദാശ ഏൽപ്പിച്ചതും വചനമേൽപ്പിച്ചതും പൗരോഹിത്യമേൽപ്പിച്ചതും സഭയിലാണ്. അപ്പോൾ സഭ നിശ്ചയിക്കുന്ന തരത്തിൽ ആ കൂദാശകൾ, വചനം കൈകാര്യം ചെയ്താലേ പുരോഹിതൻ അർപ്പിക്കുന്ന ആ കർമ്മം പവിത്രമായ കർമ്മമാകൂ. ഇതുകൊണ്ടാണ് ഈ ലിസിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ പുറമെന്ന് വന്നിരിക്കുന്ന ഒരു വാക്കൊന്നുമല്ല. ഇതിനുള്ളിൽ തന്നെയുള്ളതാണ്. എന്ന് വെച്ചാൽ സഭയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചവര്, സഭയിൽ നിന്ന് കൂദാശകളും വചനം സ്വീകരിച്ചവര് സഭ നിർദ്ദേശിക്കുന്ന തരത്തിൽ വേണം കൂദാശകൾ അർപ്പിക്കാൻ. സഭ എന്ന് പറയുമ്പോൾ, കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ 24 സഭകളുണ്ട്. 24 സഭകളിൽ പൊതുവായ വിശ്വാസം ഒന്ന്, മാമോദിസം ഒന്ന്, കൂദാശകൾ ഒന്ന്. പക്ഷേ ഭരണക്രമം വ്യത്യാസമുണ്ട്. ഏറ്റവും വ്യത്യാസമുള്ളത് ലിറ്റർജിയാണ്. 24 സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ലിറ്റർജിയുടെ കാര്യത്തിലാണ്. ലത്തീൻ സഭയുടെ ലിറ്റർജി അല്ല സീറോ മലബാർ സഭയിലുള്ളത്. സീറോ മലബാർ സഭയുടെ ലിറ്റർജി അല്ല സീറോ മലങ്കര സഭയിലുള്ളത്. ഇത് രണ്ടിലുമുള്ള ലിറ്റർജി അല്ല മറ്റൊരു പാരമ്പര്യത്തിൽപ്പെട്ട അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽപ്പെട്ടതോ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽപ്പെട്ടതോ ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ടവരിലുള്ളത്. അപ്പോൾ ലിറ്റർജിയിൽ അന്തരം തിരിച്ചറിയണം. ഈ വിവിധ ലിറ്റർജികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിവിധ സഭകളുള്ളത്. വിവിധ സഭകളുള്ളത്. ഞാൻ ആവർത്തിക്കാതെ, വിവിധ ലിറ്റർജികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിവിധ സഭകളുള്ളത്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സഭയുടെ ലിറ്റർജി സീറോ മലബാർ സഭയിൽ വേണമെന്ന് പറയുന്നത് ശരിയല്ല. സീറോ മലബാർ സഭയുടെ ലിറ്റർജി പാശ്ചാത്യ സഭയിൽ വേണമെന്ന് പറഞ്ഞാലും ശരിയല്ല. ലിറ്റർജികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വ്യത്യസ്ത സഭകളുള്ളത്. കാരണം ആ ലിറ്റർജികളെല്ലാം ക്രിസ്തു എന്ന ഏക പുരോഹിതൻ അപ്പസ്തോലന്മാരാകുന്ന 12 അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേലാണ് സഭ പണിതത്. അപ്പോൾ ക്രിസ്തു ഐക്യതയെയും 12 അപ്പസ്തോലന്മാർ ബഹുസ്വരതയെയും ചിഹ്നപ്പെടുത്തുന്നു. എഫേസസ് ലേഖനം 2:20 ഞാൻ പറയണേ. ഇല്ലേ, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ അവൻ ഈ പടുത്തുയർത്തിയതാണ് ഈ സഭ. അപ്പസ്തോലന്മാരും പ്രവാചകന്മാര് സഞ്ചരിച്ച് നടന്ന് സുവിശേഷം പ്രഘോഷിക്കുന്ന പൗലോസിനെ പോലുള്ളവരെയാണ് പ്രവാചകന്മാരെന്ന് പുതിയ നിയമത്തിൽ പറയണേ. അല്ലാതെ കരിസ്മാറ്റിക് പ്രവചനം നടത്തുന്നവരല്ല. ഈ പ്രവചന കാലയളവ് പഴയ നിയമമാണ്, അത് തീർന്നു. പുതിയ നിയമം പൂർത്തിയാകേണ്ട കാലയളവാണ്. ഇവിടെ പ്രവചനങ്ങൾ വേണ്ട, പക്ഷേ സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വേണം. അപ്പോൾ പ്രവാചകൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിൽ പ്രവചിക്കുന്നവർ, ഭാവികഥനം പറയുന്നവർ എന്ന അർത്ഥത്തിലല്ല, സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിവേ, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ് സഭ പണിയപ്പെട്ടത്. അപ്പോൾ ഐക്യതയെ സൂചിപ്പിക്കുന്ന ക്രിസ്തു ഉണ്ടെങ്കിലും
ബഹുസ്വരതയെ സൂചിപ്പിക്കുന്ന അപ്പസ്വരന്മാരുണ്ട്. അവർ ഓരോ നാട്ടിലും പോയി സുവിശേഷം പ്രഘോഷിച്ചു. സഭ സ്ഥാപിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ്. ഇതുകൊണ്ടാണ് വ്യത്യസ്തമായ സഭകളുള്ളത്. അതുകൊണ്ട് തന്നെ ലിറ്റർജിയുടെ വ്യത്യാസം അത് അംഗീകരിക്കണം. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ലിറ്റർജികൾ, വിവിധ ലിറ്റർജികൾ, അത് പ്രാചീനമായ ലിറ്റർജികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വ്യത്യസ്തമായ സഭകളുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഐക്യത വരാൻ വേണ്ടി എല്ലാവരും ഒറ്റ ഭാഷ സംസാരിക്കണം, ഹിന്ദി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ മലയാളം ഒരു ഭാഷ മാത്രമല്ലല്ലോ, അതൊരു സംസ്കാരമാണ്. തമിഴ് ഒരു ഭാഷ മാത്രമല്ലല്ലോ, സംസ്കാരമാണ്. ഹിന്ദി എന്ന് പറഞ്ഞ് 10, 200, 300 വർഷങ്ങൾ പഴക്കമുള്ളൂ. തമിഴോ എത്രയോ BC-യിലുള്ളതാണ്, ക്രിസ്തുവിന് മുമ്പുള്ള ഭാഷയാണ് ഈ തമിഴ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നൊരു ഭാഷയ്ക്ക് വേണ്ടി ഇത്രയും പൗരാണിക പാരമ്പര്യമുള്ള ഭാഷ തള്ളിക്കളയാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് ലിറ്റർജികളും. നമ്മൾ ഐക്യത എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്ത സമ്പന്നമായ ലിറ്റർജികൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ ദിവസം ഈ കത്തോലിക്ക മതബോധനയ്ക്ക് ഇത്രമാത്രം ആഴത്തിൽ ഇതേക്കുറിച്ച് പറയുന്നത്. ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയായതിനാൽ, ക്രിസ്തുവിന്റെ പ്രവൃത്തി ക്രിസ്തു എന്ന തല, നമ്മൾ ശരീരം ക്രിസ്തുവിന്റെ പ്രവൃത്തിയായതിനാൽ ക്രിസ്തു നമുക്ക് നൽകിയതുപോലെ ചെയ്യാൻ പറ്റും. അതായത് ഓരോ അച്ഛനും തോന്നിയ പോലെ വെട്ടിച്ചുരുക്കാനോ വെട്ടി മാറ്റാനോ കൂട്ടി ചേർക്കാനോ കഴിയില്ല. ഇത് മറ്റു കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആരാധന, പ്രൈവറ്റ് ഭക്തകൃത്യങ്ങളിലൊക്കെ പറ്റും. പക്ഷെ ലിറ്റർജിയിൽ പറ്റില്ല. ലിറ്റർജിയിൽ സഭ എന്ത് പറയുന്നുവോ അതുപോലെ പറ്റൂ. കാരണം അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. ക്രിസ്തു അത് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിന് വ്യക്തമായ നിയതമായ രീതികളുണ്ട്. അതെല്ലാം ബൈബിളിലും സഭാപിതാക്കന്മാരിലും അടിസ്ഥാനമിട്ടതാണ്. അതുകൊണ്ട് സഭ നൽകിയ ലിറ്റർജി സഭ അനുശാസിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് അർപ്പിക്കണമെങ്കിൽ ഒരല്പം എളിമ വേണം. സഭയെക്കാളും വലുതാണ് ഞാൻ, ഈ സഭാപിതാക്കന്മാരെക്കാളും അറിവെനിക്കുണ്ട് എന്ന് വരുമ്പോഴാണ് തോന്നിയ പോലെ ഇഷ്ടം പോലെ കൂട്ടിച്ചേർക്കലുകളും വെട്ടിച്ചുരുക്കലും നടത്തുന്നത്. എളിമയില്ലെന്നർത്ഥം. മറിച്ച് കർത്താവ് സഭയെ ഏൽപ്പിച്ചു, സഭ അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനോട് കൂറു പുലർത്തിക്കൊണ്ട്, അവനോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട്, എൻ്റേതായ ഒന്നും കൂട്ടിച്ചേർക്കാതെ, എൻ്റേതായ ഒന്നും വെട്ടിമാറ്റാതെ, എനിക്കിഷ്ടതരത്തിൽ വെട്ടിമാറ്റാതെ അവൻ നൽകിയത് അങ്ങേയറ്റം ചൈതന്യത്തോടെ അവന്റെ റൂഹായിൽ ആയിരുന്നു കൊണ്ട് അർപ്പിക്കുക എന്ന മഹാഭാഗ്യമാണ് എനിക്കുള്ളത് എന്നൊരു എളിമയുണ്ടെങ്കിൽ, ആ സത്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ സഭയുടെ ലിറ്റർജി വളരെ സജീവമായിട്ട് തന്നെ അർപ്പിക്കാൻ പറ്റും. സജീവം എന്ന് പറഞ്ഞാൽ ഓരോ അച്ഛനെയും നാടകം കൂട്ടിച്ചേർക്കുന്നതല്ല, മറിച്ച് സഭയുടെ ലിറ്റർജി സഭ അനുശാസിക്കുന്ന തരത്തിൽ പരിശുദ്ധ റൂഹായുടെ ചൈതന്യത്തിൽ അർപ്പിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്കും ഈ പരിശുദ്ധാത്മാവിന്റെ ആ ചൈതന്യം, ആ അഭിഷേകം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഈ 1070 സൂചിപ്പിച്ചിരിക്കുന്ന ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയായതിനാൽ ഇതിനേക്കാൾ പവിത്രമായൊരു പ്രവൃത്തി, ലിറ്റർജിയേക്കാൾ പവിത്രമായ സംഗതി കത്തോലിക്ക സഭയിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം 1070. ഇത് ലത്തീൻ ലിറ്റർജിക്കും സീറോ മറബൽ ലിറ്റർജിക്കും സീറോ മലങ്കര ലിറ്റർജിക്കും ബാധകമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.